കെ.എസ്. ശബരിനാഥൻ, ഇപ്പോൾ ബി.ജെ.പിക്കകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ കേജ്രിവാളിന്റെ പ്രതികരണങ്ങൾക്കായിട്ടുണ്ട്. ആ, യോഗി ആദിത്യനാഥും അമിത്ഷായും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് ഇനി 2 മാസം, മോദി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 2 മാസം കൂടിയേ കാലാവധി ഉണ്ടാകൂ, യോഗിയെ അവിടെ നിന്നും ഒഴിവാക്കും എന്നുള്ള കാര്യമാണ് കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഏത് രീതിയിലാണ് അവർ പ്രതിഫലിക്കാൻ പോകുന്നത്? അതിനകത്ത് തന്നെയുള്ള സംശയങ്ങൾ ഒന്നുകൂടി ശക്തമാക്കാൻ ഈ വാദം ഉപകരിക്കുമോ? അപ്പോൾ നാളെ അടുത്ത ഘട്ടം 4ാം ഘട്ടം നടക്കുമ്പോൾ കനൌജിൽ അഖിലേഷ് യാദവ് അടക്കം മത്സരിക്കുന്ന ഘട്ടമാണ് 4ാം ഘട്ടം. 4ാം ഘട്ടത്തിൽ ഏത് രൂപത്തിൽ ഇത് പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതിലേക്ക് ഞാൻ വരാൻ സ്മൃതി. ഞാൻ ഈ ഒരു വിഷയം നമ്മൾ നാഷണൽ പൊളിറ്റിക്സ് മാത്രം പറയുന്നതുകൊണ്ട് കേരള പൊളിറ്റിക്സിലേക്കും കേരളത്തിലുള്ള കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരിനെക്കുറിച്ചൊന്നും ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിനെതിരെ ശ്രീ മാത്യു കൊളുനാടൻ നൽകിയ കേസിനെക്കുറിച്ചുമൊക്കെ വളരെ പുച്ഛിച്ച് പറഞ്ഞതുകൊണ്ട് അത് ഒരു എൻഡായിട്ടില്ലല്ലോ, ഇത് തുടർ പ്രക്രിയയാണല്ലോ. ഇനിയിപ്പം മാത്യു കൊളുനാടൻ്റെ കേസും മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇലക്ഷൻ റിസൾട്ട് വരാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവായിട്ടുള്ള കേന്ദ്രത്തിലെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ നിങ്ങൾ ഈ ചർച്ചയിൽ കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മാനിഫെസ്റ്റോയും അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പരിമിതമാണ്. അവർ മെയിനായിട്ടുള്ളത് പഞ്ചാബിൽ കോൺഗ്രസിനോടൊപ്പം, ഗുജറാത്തിൽ കോൺഗ്രസിനോടൊപ്പം, ഡൽഹിയിൽ കോൺഗ്രസിനോടൊപ്പമാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം 300ഓളം സീറ്റുകൾ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാക്സിമം സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരൂ എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സ്മൃതിയും അതോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ ശ്രീ ഷൈബുവും പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാളും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടിയിൽ പറയുന്ന 25 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ വിജയകരമായി നമ്മൾ രാജസ്ഥാനിൽ ചെയ്ത ആ ഒരു സ്കീമാണ് ന്യായ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വനിതകൾക്കുള്ള സഹായമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തെലങ്കാനയിലും കർണാടകത്തിലുമൊക്കെ ചെയ്ത് ജനങ്ങളെ ബോധിപ്പിച്ചതിലാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ ചെയ്ത് വിജയിച്ച സംസ്ഥാനങ്ങളിൽ വിജയിച്ച അതേ പദ്ധതികൾ നാഷണൽ സ്കെയിലിൽ ചെറിയ മാറ്റങ്ങളോടൊപ്പം അതോടൊപ്പം സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും അപ്രന്റീസുകൾക്കും അടക്കമുള്ള ആളുകൾക്കുള്ള വലിയ സ്കീമുകൾ കോൺഗ്രസ് പറയുന്നുണ്ട്. ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഭരണത്തിന് വരുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്കീമുമായി കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നോടൊപ്പം എല്ലാ പാർട്ടികളും നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം സ്മൃതി പറഞ്ഞ കാര്യം തന്നെയാണ്. 50% സീറ്റിൽ കൂടുതലുള്ള പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ, അത് കേജ്രിവാൾ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഖാർഗേജി ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സാണ്. ഇവിടെ വനിതകളെക്കുറിച്ച് സംസാരിക്കുന്നു, ഇവിടുത്തെ അസമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഇവിടെ തൊഴിലില്ലായ്മ മാറ്റുവാനുള്ള പദ്ധതികൾ നമ്മൾ പറയുന്നു. പക്ഷേ മറുപക്ഷത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോളിംഗ് തുടങ്ങിയ ദിവസം മുതൽ നരേന്ദ്രമോദി BJP സംസാരിക്കുന്നത് വിഘടനവാദത്തെക്കുറിച്ചാണ്. അവർ മതത്തിൻ്റെ പേരിൽ ഇവിടെ ക്രിക്കറ്റ് ടീമിൽ പോലും ആളുകളെ മതാടിസ്ഥാനത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കുമെന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്തൊരു ന്യായം പറയുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ആളുകളുടെ മുസ്ലിം വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിം വിഭാഗങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നരേന്ദ്രമോദി നൽകുന്നു. നമ്മൾ പലപ്പോഴും വാട്സാപ്പിൽ മാത്രം കാണുന്ന BJPയുടെ ഭയാനകമായിട്ടുള്ള ഫോർവേഡുകൾ ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഓപ്പൺ സ്റ്റേജിൽ വന്ന് പറയുകയാണ്. അവർ പേടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഈ സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. മോദിക്ക് ഗ്യാരണ്ടി എന്ന് ഏകദേശം ജനുവരി മാസവും തൊട്ട് നടത്തിയ പരസ്യം ഇപ്പോൾ ഇലക്ഷൻ്റെ 3ാം ഘട്ടമായപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദിക്ക് ഗ്യാരണ്ടിയെക്കുറിച്ച് ഒന്നും BJP പറയുന്നില്ല, ഒന്നും NDA പറയുന്നില്ല. കാരണം ജനങ്ങളെ ഗ്യാരണ്ടി തിരസ്കരിച്ചിരിക്കുകയാണ്. 10 വർഷം ഓടിച്ച് തികഞ്ഞ ഒരു സർക്കാരിന് 10ാം വർഷം എന്ത് ഗ്യാരണ്ടിയാണ് നൽകുന്നത്? അതുകൊണ്ട് ജനങ്ങൾക്ക് BJPയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും അമിതമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചെയ്തകൾ കൊണ്ടുവന്ന് ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ മാറ്റാമെന്നാണ് BJP വിചാരിക്കുന്നത്. പക്ഷേ അതും നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല്. ജനങ്ങൾ അത്രമാത്രം അസ്വസ്ഥരാണ്. BJP അനുകൂലിക്കുന്ന മീഡിയകൾ പോലും ഇന്നലെ ഇന്ത്യ ടുഡേയിൽ നടത്തിയ എഡിറ്റർ രാജശങ്കർ അടക്കമുള്ള ആളുകൾ നടത്തിയ ചർച്ചയിൽ പോലും തൊഴിലില്ലായ്മയും ഇവിടെയുള്ള അസമത്വമൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് കൊണ്ടുവന്നുള്ള മാനിഫെസ്റ്റോ ആണ്. അത് ഏറ്റവും കൂടുതൽ പ്രചരണം നൽകിയിട്ടുള്ളതിന് സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ടത് ശ്രീ നരേന്ദ്രമോദിയോടാണ്. കാരണം കോൺഗ്രസ് മാനിഫെസ്റ്റോ നമ്മൾ പല ആവർത്തി
മീഡിയയിൽ പറയാൻ നോക്കിയപ്പോഴും ഒരു ചർച്ച പോലും വെക്കുവാൻ നാഷണൽ മീഡിയയും ഹിന്ദി മീഡിയയും സമ്മതിച്ചില്ല. പത്രങ്ങൾ പോലും മര്യാദയ്ക്കുള്ള സ്പേസ് കൊടുത്തില്ല. അപ്പോഴാണ് ഈ മാനിഫെസ്റ്റോയുടെ കാര്യം നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ, അത് വിവാദമായപ്പോൾ, അത് എല്ലാ പ്രധാന ചാനലുകളും പത്രങ്ങളും മാനിഫെസ്റ്റോയിലെ പോയിന്റുകൾ പറഞ്ഞു. അപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തിയത്. സത്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയുടെ നല്ല പോയിന്റുകൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ നല്ല പോയിന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇൻഡയറക്റ്റായിട്ട് സഹായിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ വിവാദങ്ങൾ തന്നെയാണ്. അദ്ദേഹം കൂടുതൽ വിവാദങ്ങളും കൂടുതൽ വർഗീയമായിട്ട് തന്നെ സംസാരിക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ ജനങ്ങൾ ഈ നെല്ലും പതിലും തിരിച്ചറിയത്തുള്ളൂ. ടെലിപ്രോംപ്റ്റർ ഇല്ലാത്ത, ക്യാമറകളില്ലാത്ത നരേന്ദ്രമോദി ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആകുമ്പോൾ ശരിയായിട്ടുള്ള നരേന്ദ്രമോദി ആരാണെന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നടത്തുന്ന പ്രസ്താവനകൾ, എല്ലാ ദിവസവും നടത്തുന്ന വർഗീയ പ്രസ്താവനകൾ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇന്നലെ അദ്ദേഹം ഒഡീസയിലായിരുന്നു. ഒഡീസയിലെ ബിജു ജനതാദളിൻ്റെ പാർട്ടി നവീൻ പട്നായിക്ക് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും BJP സഹായിച്ചിട്ടുള്ള അവരുടെ പാർട്ട്ണറാണ്. ഇപ്പോൾ അവർ തമ്മിൽ പ്രശ്നമാണ്. ഇന്നലെ നരേന്ദ്രമോദി ഒഡീസയിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പറയുന്നത് BJDക്കെതിരെയാണ്, നവീൻ പട്നായിക്കിനെതിരെയാണ്. നവീൻ പട്നായിക്കിന് ഒറീസയിലെ ജില്ലകളുടെ പേര് പേപ്പർ നോക്കാതെ വായിക്കാൻ പറ്റുമോ എന്ന് മോദി ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുഴപ്പമില്ല. അടുത്ത ചോദ്യം നരേന്ദ്രമോദി ചോദിക്കുന്നത് ഈ ജില്ലകളുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നവീൻ പട്നായിക്കിന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രധാനമന്ത്രി അത്രയും പോലും വിവരമില്ല. ഒരു ജില്ലയുടെ തലസ്ഥാനം എവിടെയാണെന്ന് നവീൻ പട്നായിക്കിന് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ നമ്മുടെ നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ അദ്ദേഹം ഒരു വിഭ്രാന്തിയുടെ സ്റ്റേറ്റിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സംസ്ഥാനങ്ങൾക്ക് താഴെയുള്ള ജില്ലകൾക്കും തലസ്ഥാനമുള്ളതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് കേൾക്കണം? അങ്ങനെ പിടിവിട്ട ഒരു വണ്ടിയായി NDAയും പിടിവിട്ട ഡ്രൈവറുമായി നരേന്ദ്രമോദിയും കൂടെ ഒരു ഇംഗ്ലീഷിൽ പറയും ഫ്രീ ഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അത് ഇടിച്ച് ജനുവരി 4 അത് ഇടിച്ച് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലകളുടെ തലസ്ഥാനം ചോദിക്കുന്ന പ്രധാനമന്ത്രിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനം എന്താണ്? തമ്പാനൂർ ജംഗ്ഷനോ? കോഴിക്കോടിൻ്റെ തലസ്ഥാനം നടക്കാവോ? എന്താണ് ഈ പ്രധാനമന്ത്രി പറയുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.